യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനായിരുന്ന പാലക്കാട് MLA ആയി നിലവിൽ ഇപ്പോഴും തുടരുന്ന രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഇന്ന് വന്നപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഒക്കെ ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തിനെ പ്രകോപിതനാക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി. അദ്ദേഹം വളരെ സഭ്യമായി മറുപടി പറഞ്ഞു. താനിപ്പോൾ സസ്പെൻഷൻ പീരീഡിലാണ്, എന്നാൽ പോലും കോൺഗ്രസ്സുകാരനായി ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഒരു പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ പോലീസാണ്, അവരാണ് ഏറ്റവും ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പിടിച്ച് കയ്യാമം വെച്ചുകൊണ്ട് പോകുന്നതെല്ലാം നമ്മൾ കണ്ട കാഴ്ചയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള ലൈംഗിക ആരോപണ വിഷയങ്ങൾ ഉൾപ്പെടെ ഗർഭചിത്ര വിഷയങ്ങൾ ഉൾപ്പെടെ ആരോപിക്കപ്പെടുമ്പോഴും ഇതെല്ലാം വെറും ആരോപണമായി നിൽക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ വലിയ തോതിൽ ചില ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്നത് എന്താണ് എന്നുള്ളത് ഓരോന്നായി പകല് പോലെ വ്യക്തമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനോട് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഈ പണി, അത് ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുക്കൽ എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളതുകൊണ്ട് തന്നെ ഈ ചാനൽ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് നിന്നത്. അതുകൊണ്ടാണ് തൊട്ടിൽ മരമുറി കേസിലെ പ്രതിയായിരുന്ന ആൻഡ്രൂ അഗസ്റ്റിന് ഇത്രയധികം ദേഷ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ അഗസ്റ്റിൻ ബ്രദേഴ്സ് വലിയ രീതിയിൽ കോൺഗ്രസിനെ അള്ളുവയ്ക്കാനും തകർക്കാനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആ രീതിയിൽ തന്നെ തകൃതിയായി നടക്കട്ടെ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വിചാരിക്കുന്നത്. എന്നാൽ നിയമസഭയിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യമുണ്ട്. പാലക്കാട് ജനത 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. അത് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ്. അദ്ദേഹത്തിനെ കാലുകുത്തിക്കാൻ പാലക്കാട് അനുവദിക്കില്ല എന്നൊക്കെ പ്രശാന്ത് ശിവൻ എന്ന BJP-യുടെ ലോക്കൽ നേതാവ് ഇരുന്നുകൊണ്ട് തലങ്ങും വിലങ്ങും കുണ്ടുകിണറ്റിൽ തവളെ പോലെ കിടന്ന് അട്ടഹസിച്ചതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതേ രാഹുൽ മാങ്കൂട്ടം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ വരാൻ പോകുന്നത്. ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം 18,000 എന്നുള്ളത് ഒരു 2,000-3,000 അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസം വന്നേക്കാം. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹത്തിനും കോൺഗ്രസിനും വേരോട്ടമുള്ള ഒരു മണ്ണാണ് പാലക്കാടിൻ്റെ മണ്ണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ വിരട്ടാനും വിലപേശാനും വലിയ തോതിലുള്ള ശ്രമങ്ങളൊക്കെയാണ് C. കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനെ പോലുള്ളവരും ലോക്കൽ ലീഡേഴ്സായിട്ടുള്ള ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നു, താൻ ഇവിടെ തന്നെയുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ, കയ്യാമം വയ്ക്കുന്നെങ്കിൽ കയ്യാമം വയ്ക്കും. ഗുണ്ടായിസം പിണറായി വിജയൻ്റെത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ കുന്നംകുളത്ത് വെച്ച് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം, അദ്ദേഹത്തിൻ്റെ വിവാഹം ഇന്ന് ഗുരുവായൂരിൽ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തണമെങ്കിൽ നടത്തിക്കോ. അദ്ദേഹത്തിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല, ശ്വാസം വിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ട എല്ലാ ന്യായമായ ആവശ്യങ്ങളും ലഭിക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്ത ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.